ഇന്ത്യൻ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 2025 ICC ചാമ്പ്യൻ ട്രോഫി നേടുകയും ചെയ്തിരിക്കുകയാണ്. മാർച്ച് 9 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ ടൂർണമെന്റിൽ രോഹിത് തോൽവി അറിയാതെ തുടരുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ 5 മത്സരങ്ങളിലും വിജയിച്ചു അവർ. ഇന്ത്യൻ ടീം 3-ാം തവണയും ചാമ്പ്യൻസ് ട്രോഫി നേടി. 2022 സീസണിൽ സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യമായി ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ജേതാക്കളായിരുന്നു. തുടർന്ന് 2013 മഹേന്ദ്ര സിംഗ് ധോണിയോടൊപ്പം നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം കിരീടം നേടുകയും ചെയ്തു. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ കളിക്കാരുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. വലിയ മത്സരങ്ങൾ കളിക്കാൻ അവരുടെ കളികളുടെ നിലവാരം ഉയർത്തുകയും ചെയ്തു. പാകിസ്ഥാനെതിരെയും പിന്നീട് ഓസ്ട്രേലിയക്കെതിരെയും സെമി ഫൈനലിൽ വിരാട് കോഹ്ലി മികച്ച ഇന്നിംഗ്സുകൾ കളിച്ചിരിക്കുകയായിരുന്നു. അതേസമയം രോഹിത് ശർമ്മ കിരീട പോരാട്ടത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ടീം ഇന്ത്യയുടെ ബോളിംഗ് വളരെ മികച്ചതായിരുന്നു. ഇതിനെല്ലാം ഇടയിൽ ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ സംഭാവന നമുക്കൊട്ടും നിഷേധിക്കാനാവില്ല. ഈ വിജയത്തിന്റെ യഥാർത്ഥ തിരക്കഥാകൃത്ത് കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണ്. 8 മാസം മുമ്പാണ് ഗൗതം ഗംഭീർ മുഖ്യ പരിശീലകനായി ചുമതലയേൽക്കുന്നത്. 2024 T20 ലോകകപ്പിന് ശേഷമാണ് ഗംഭീർ ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റത്. പിന്നീട് രാഹുൽ ദ്രാവിഡിനെ മാറ്റുകയും ചെയ്തു. മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന്റെ ആദ്യ ഏകദിന പരമ്പര ശ്രീലങ്കയുമായിരുന്നു. അവിടെ ഇന്ത്യ അപ്രതീക്ഷിതമായി 0-2 പരാജയപ്പെട്ടു. പിന്നീട് 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീം ശ്രീലങ്കയ്ക്കെതിരായ ദ്വിരാഷ്ട്ര ഏകദിന പരമ്പരയ്ക്കും തോറ്റു. ആ തോൽവിക്ക് ശേഷം ഗൗതം ഗംഭീർ വിമർശകരുടെ ലക്ഷ്യമായി. തുടർന്ന് ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം 0-3 പരാജയപ്പെട്ടു. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ തോൽവി കാരണം ഇന്ത്യൻ ടീമിന് നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുശേഷം ചാമ്പ്യൻ ട്രോഫിയിൽ ഗംഭീറിന് കീഴിൽ ഇന്ത്യൻ ടീം മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ബോർഡിന് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഗൗതം ഗംഭീർ വിമർശനങ്ങൾ സഹിക്കുക തന്നെ ചെയ്തു. തന്റെ ഉദ്ദേശങ്ങൾ മാറ്റിയില്ല. അടുത്തിടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഫോമിനെ കുറിച്ച് ഒരു പത്രവാർത്തകൻ ഗൗതം ഗംഭീറിനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ കണക്കുകൾ മാത്രമേ നോക്കുന്നുള്ളൂ, പക്ഷേ ഒരു പരിശീലകൻ എന്ന നിലയിൽ ഞങ്ങൾ കണക്കുകളല്ല ഉദ്യമമാണ് നോക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പരിശീലക കാലത്ത് ഗംഭീർ ചില പരീക്ഷണങ്ങൾ നടത്തി, പ്രത്യേകിച്ച് ഏകദിന ക്രിക്കറ്റ്. അത് 8 മാസത്തിനുള്ളിൽ ഒരു ചാമ്പ്യൻ ടീമിനെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. ആദ്യത്തേത് അക്സറിനെ 5-ാം നമ്പറിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു വർഷം മുമ്പ് ഏകദിന ക്രിക്കറ്റിൽ അക്സർ പട്ടേൽ 5-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നത് കാണുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷെ ഗൗതം ഗംഭീറിന്റെ ഈ നീക്കം വിജയിച്ചു. ഇംഗ്ലണ്ടിനെതിരെ അടുത്തിടെ നടന്ന ഏകദിന പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിൽ അക്സർ പട്ടേൽ 5-ാം നമ്പറിൽ ഇറങ്ങി. അവിടെ അദ്ദേഹം 52-ഉം 41-ഉം റൺസ് നേടി. പിന്നെ എന്താണ് സംഭവിച്ചത്? ചാമ്പ്യൻസ് ട്രോഫിയിലും ഗംഭീർ അക്ഷറിനെ അതേ സ്ഥാനത്ത് ബാറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ന്യൂസിലൻഡിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിനും ഫൈനലിനും പുറമെ കങ്കാരു ടീമിനെതിരെ സെമി ഫൈനൽ മത്സരത്തിലും അക്ഷർ ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. രണ്ടാമത്തത് വരുണിന്റെ തിരഞ്ഞെടുപ്പ്. ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ഏകദേശം 3 വർഷത്തിന് ശേഷം 2024 ഒക്ടോബറിൽ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി ടീം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ഇതിനുശേഷം വരുൺ തിരിഞ്ഞു നോക്കിയിട്ടില്ല. SSC ജയ്സ്വാളിന് പകരം വരുൺ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ പ്രവേശിച്ചപ്പോൾ ആരാധകർ ഒന്ന് ഞെട്ടി. എന്നാൽ ഗംഭീറിന്റെ ഈ തീരുമാനം ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണെന്ന് തെളിയുകയും ചെയ്തു. ന്യൂസിലൻഡിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ 5 വിക്കറ്റുകൾ വീഴ്ത്തി വരുൺ ഗുരു ഗൗതിയുടെ വിശ്വാസത്തിന് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് വരുൺ സെമി ഫൈനലുകളിലും കിരീട മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിന് വിജയം കൈക്കൊണ്ടുവന്നു. മൂന്നാമതായി സ്പിൻ കോട്ട്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ടീം ഇന്ത്യയുടെ സ്പിൻ ആക്രമണമായിരുന്നു. അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നീ 5 സ്പിന്നർമാരെയാണ് ടൂർണമെന്റിന് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഗംഭീറിന്റെ ഈ തീരുമാനം ശരിയാണെന്ന് തെളിഞ്ഞു. അതായത് ദുബായ് പിച്ചിൽ ടീം ഇന്ത്യയുടെ സ്പിൻ കോട്ടർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫൈനലിലും എതിർ ബാറ്റ്സ്മാൻമാരെ ഉണർത്തി നിർത്താൻ ഈ 4 സ്പിന്നർമാർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്നു. നാലാമത്തത് KL രാഹുലിലുള്ള വിശ്വാസം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KL രാഹുൽ 3 മത്സരങ്ങളിൽ നിന്നും 52 റൺസ് മാത്രമേ നേടിയിട്ടുള്ളൂ. അതിനുശേഷം പ്ലേയിങ് 11-ൽ ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്താമെന്ന് ആവശ്യമുയർന്നു. എന്നിരുന്നാലും ക്യാപ്റ്റൻ രോഹിത്തിനും ഗംഭീറിനും KL രാഹുലിൽ വിശ്വാസം തുടർന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ കിരീടം നേടിയപ്പോൾ രാഹുൽ വാഴ്ത്തപ്പെടാത്ത നായകനായിരുന്നു. സെമി ഫൈനലിലും ഫൈനലിലും സമ്മർദ്ദകരായ സാഹചര്യങ്ങളിൽ പോലും രാഹുൽ ബാറ്റ് ചെയ്ത രീതി അഭിനന്ദനാർഹമാണ്. ടീമിലെ തന്റെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്ത വിമർശകർക്കും രാഹുൽ മറുപടി നൽകി. അഞ്ചാമതായി 8-ാം നമ്പർ വരെ ബാറ്റ് ചെയ്യൽ. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓർഡർ വളരെ ശക്തമായിരുന്നു. 8-ാം നമ്പർ സ്ഥാനം വരെ ടീമിന് നല്ല ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ആദ്യ ഓവറുകളിലോ മധ്യ ഓവറുകളിലോ കുറച്ച് വിക്കറ്റുകൾ വീണാലും വിഷമിക്കേണ്ട കാര്യമില്ല.
8 അല്ലെങ്കിൽ 9 നമ്പറുകളിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറെ ടീമിന് ആവശ്യമാണെന്ന് ക്യാപ്റ്റൻ രോഹിത്തും മുഖ്യ പരിശീലകൻ ഗംഭീറും വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ഇപ്പോൾ വിജയിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ഒക്കെ ശക്തമായ പ്രയത്നവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചാമ്പ്യന്മാരായി.